പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, വചനത്തെ ഉദരത്തിൽ സ്വീകരിച്ച പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്. ദാസൻ്റെ രൂപം സ്വീകരിക്കുന്ന കർത്താവിനെ പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കണമെങ്കിൽ തമ്പുരാൻ്റെ മുമ്പിൽ ദാസിയുടെ രൂപം സ്വീകരിച്ച പരിശുദ്ധ അമ്മയെപ്പോലെ എളിമയോടെ നിൽക്കണം എന്നുള്ളതാണ്. എന്താണ് യഥാർത്ഥ എളിമ? മനുഷ്യജീവിതത്തിൽ ഞാനൊന്നുമല്ലെന്ന് കരുതുകയും സ്വയം മരിക്കുകയും ചെയ്യുന്നതാണ് എളിമ. സ്വന്തം ആഗ്രഹങ്ങളെ മാറ്റിവെക്കുക, സ്വന്തം ജീവിത ഇഷ്ടങ്ങളെ മാറ്റിവെക്കുക, ദൈവത്തിൻ്റെ മുമ്പിൽ ആത്മാവും ശരീരവും വിട്ടുകൊടുക്കുക. ഒരു പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പോലും പരിശുദ്ധ അമ്മ നിന്ന പോലെ നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞ പോലെ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിൽക്കാൻ കഴിയണം. അപ്പോൾ മാത്രമേ നാവിൽ സ്വീകരിക്കുന്നവൻ ഹൃദയത്തിൽ ഇടം പിടിക്കൂ. തലവണങ്ങി ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗ ആവാസവും ഇന്നും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.